എല്ലാവർക്കും കുക്കുത്രീനിയിലേക്ക് സ്വാഗതം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് സ്ട്രോബെറി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കാണിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നൊരു ഐസ്ക്രീമും കൂടെയാണ്. 250 ഗ്രാം സ്ട്രോബെറിയാണ് ഞാനിവിടെ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ അല്ലെങ്കിൽ ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചങ്കിയായിട്ടും അടിച്ചെടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചങ്കിയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ ആ അടിച്ചെടുത്ത സ്ട്രോബെറിയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തെ ആ എക്സ്ട്രാ ആയിട്ടുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതിൻ്റെ കളറൊക്കെ മാറി കുറച്ചൊന്ന് ഡാർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയി ഒന്ന് തിക്കായും വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വിടണം. അപ്പോൾ ആ റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ കുറച്ച് വാനില എസൻസും ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1 മുതൽ 1.5 കപ്പ് വരെ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം. അത്രയും തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. വാനില എസൻസ് നിർബന്ധമൊന്നുമില്ല. 1/4 ടീസ്പൂൺ വാനില എസൻസ് മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ക്രീം വിപ്പ് ചെയ്തെടുക്കാനുള്ള ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ തണുപ്പിച്ചെടുക്കുന്നത് സഹായിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് തിക്കായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം നന്നായിട്ടൊന്ന് തിക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചൊരു അളവില്ല. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഒരു ചെറിയതായിട്ട് പീക്സ് ഫോം ചെയ്തതിന്, ഒരുപാട് സ്റ്റിഫായിട്ടുള്ള പീക്സ് വേണമെന്നൊന്നുമില്ല. ചെറിയതായിട്ടൊരു പീക്സ് ഫോം ചെയ്ത് തുടങ്ങുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള സ്ട്രോബെറി പ്യൂരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ക്രീമിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ട് ഈ സ്ട്രോബെറി പ്യൂരി വരുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിലേക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചങ്കിയായിട്ട് സ്ട്രോബെറി പ്യൂരി ചെയ്തെടുത്തുകൊണ്ടാണ് അതിനകത്ത് ചെറിയ തരി പോലെ കാണുന്നത്. നിങ്ങൾ സ്മൂത്ത് ആയിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ നമ്മുടെ ക്രീമും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു ബട്ടർ പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ക്ലിംഗ് റാപ്പ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മുഴുവൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അടപ്പുള്ള പാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി. ഇതിനി ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഏകദേശം 5 മുതൽ 8 മണിക്കൂർ വരെ എടുക്കും ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം സെറ്റ് ആയതിനു ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം.
ഏകദേശം 8 മണിക്കൂറായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സെറ്റായിട്ടുണ്ടാവും. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം. അതുപോലെ തന്നെ ആ സ്ട്രോബെറിയുടെ ചെറിയ റെഡ് കളർ അവിടെ എവിടെയായിട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ അത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് റെഡ് പെർമിറ്റഡ് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്കൂപ്പ് ചെയ്തിട്ട് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സ്ട്രോബെറിയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഈ സ്ട്രോബെറി ഐസ്ക്രീം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് തന്നെ എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.